ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും വെൽക്കം നമ്മുടെ ചാനലിലേക്ക്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ന്യൂ ചാപ്റ്റർ വാട്ടർ ആൻഡ് സോയിൽ. നമ്മൾ 3ാം ക്ലാസ്സിൽ വാട്ടർ ആൻഡ് സോയിൽ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് വാട്ടർ എന്നും അറിയാം, വാട്ടർ എന്താണെന്നറിയാം, സോയിൽ എന്താണെന്നറിയാം അല്ലേ. വാട്ടറും സോയിലും നമ്മുടെ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്, 2 ഫാക്ടേഴ്സാണ് അല്ലേ. നമുക്ക് വെള്ളവും വാട്ടറും സോയിലും ഇല്ലാണ്ട് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൽ വാട്ടറിൻ്റെയും സോയിലിൻ്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ ഒരു ചെറിയൊരു പോയത്തിലൂടെയാണ് വന്നത്. ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവരെ കുട്ടനും കൂട്ടുകാരും കളിക്കാൻ നേരത്ത് എന്ത് സംഭവിച്ചു? മഴ പെയ്തു. മഴ പെയ്യാൻ തുടങ്ങി. ആകാശം ഇരുണ്ട്, ഇടിമിന്നലൊക്കെ വെട്ടി ഭയങ്കര ശക്തമായ മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തു? കൂട്ടനും അവരുടെ കൂട്ടുകാരും തിരിച്ചവരുടെ വീടുകളിലേക്ക് പോയി തിരിച്ചു വന്ന സമയത്ത് സംഭവിച്ചു? മഴയെല്ലാം മെല്ലെ പോയി. കുറച്ച് മഴ പെയ്തു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ചെടികൾ കായ്ക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ അന്തരീക്ഷം, അവരുടെ സറൗണ്ടിങ്സ് എല്ലാം തണുത്തു. ചെടികളും പൂക്കളും എല്ലാം കായ്ക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഈ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വാച്ചിങ് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഓൺ ദ ലീവ്സ് ആൻഡ് സ്കാറ്റേർഡ് ഈസ് എ ഫൺ ഇൻഡീഡ്. I did not get wet in the rain because I was in the hole of the tree. It was very cold out here. The soil is wet and drenched. I will now have new shoots coming. അപ്പോൾ ഇതിൽ ഈ മരവും ബേർഡ്സും ഗ്രാസൊക്കെ പറഞ്ഞെന്താണ്? മഴ പെയ്തതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ അല്ലേ. മഴ പെയ്തതിന് ശേഷം മരത്തിൽ മുഴുവൻ ഇലകളിൽ മുഴുവനും വെള്ളം വന്ന് വീണ് ഒരു രസമായിരുന്നു നമ്മുടെ മരം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബേർഡ് എന്ന് പറഞ്ഞു, മഴയത്ത് നനഞ്ഞൊന്നുമില്ല, പക്ഷെ പൊത്തിനകത്തിരിക്കുന്നതുകൊണ്ട് ഒരു തുള്ളി മുകളിൽ മഴ നിറഞ്ഞില്ല, പക്ഷെ തണുപ്പുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു മഴ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുക, നമ്മുടെ സറൗണ്ട്സിൽ. നമുക്ക് ഈ സമയത്തൊക്കെ ധാരാളം മഴയുടെ സീസണാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്തോരം ചേഞ്ചസ് ആണ് നമ്മുടെ ഭൂമിയിലും നമ്മുടെ സറൗണ്ടിങ്സിലും ഉണ്ടാവുക. വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ് ആഫ്റ്റർ ദ റെയിൻ? അതൊരു ചെറിയ നോട്ടാണ്. അതിന് ഞാൻ നോട്ട് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും അത് നോട്ട് ചെയ്യേണ്ടതാണ്. വി ഫീൽ കോൾഡ്. വാട്ടർ ബോഡീസ് ലൈക്ക് വെൽ, കനാൽസ്, പോണ്ട്സ്, റിവർ എക്സെട്ര fill up. Grass sprouts in yard. Plants and trees sprout. Cultivation began. Pits and low level and fill with water. Soil drains away. Mayflies rise from soil. We hear the cries of frogs. അപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? നല്ല തണുപ്പ് തോന്നും. നമ്മുടെ പോൺസും റിവേഴ്സൊക്കെ എന്ത് സംഭവിക്കും? നിറഞ്ഞൊഴുകും. അങ്ങനെ കുറേ ചേഞ്ചസ് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ മാറ്റങ്ങളായിട്ടുണ്ടാവും അല്ലേ. സോ അതുപോലെ തന്നെ ഒരു മഴക്കാലമുള്ള സമയത്ത് നമുക്ക് എന്തൊക്കെ വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയും? ന്യൂസ് പേപ്പറിൽ ഇതുപോലെ തന്നെ ഹെവി റെയിൻ ഫോൾ ഇൻ ദ കോഴിക്കോട് ഡിസ്ട്രിക്ട്, സെവർ ഡിഗ്രീസ് ഇൻ റെയിൻഫോൾ ഇൻ ദ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. അങ്ങനെ നമുക്ക് പലതരം വാർത്തകൾ കേൾക്കും. നമ്മളിങ്ങനെ റെയിൻഫോൾ എങ്ങനെയാണ് നമ്മൾ അളക്കുക? ഒരു മഴ വന്നു, അതിൽ മഴ വരുമ്പോൾ നമുക്ക് കൂടുതലാണ്. ശക്തമായ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം നല്ല മഴ പെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മഴ കുറഞ്ഞാലും മനസ്സിലാവും. പക്ഷെ അതിന് അളവ് എങ്ങനെ മനസ്സിലാവുക? നമുക്ക് സാധാരണ ചിലപ്പോൾ വാർത്തകളിലൊക്കെ കേൾക്കാം, തിരുവനന്തപുരത്ത് മഴ കുറവാണ്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 50% മഴ കുറഞ്ഞു. അല്ലെങ്കിൽ വേറെ വാർത്തയെന്ന് കേൾക്കാം, കണ്ണൂരും കാസർഗോഡും ഈ വർഷം 50% മഴ കൂടുതലാണ്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കാം. നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ ശതമാന കണക്ക് കിട്ടുക? ഒരു മഴയുടെ അളവിൽ വ്യത്യാസം വരുന്ന രീതിയിൽ എങ്ങനെയാണ്? ആ ഒരു റെയിൻഫോൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റെയിൻ ഗേജ്. റെയിൻ ഗേജ് എന്നുള്ളൊരു എന്താണ് റെയിൻ ഗേജ്? ദ റെയിൻ ഗേജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെന്റ് ടു മെഷർ റെയിൻഫോൾ. അപ്പോൾ മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഉപകരണമാണ് റെയിൻ ഗേജ്. ഓക്കെ, മഴ മാപിനി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ റെയിൻ ഗേജ് ഉണ്ടാക്കാൻ കഴിയുക? മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഗ്ലാസ് ബോട്ടിൽ, ഫണൽ, സ്കെയിൽ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെയിൻ ഗേജ് ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളോട് എല്ലാവരോടും ഒരു റെയിൻ ഗേജ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. പ്ലേസ് ദ ഫണൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സ്ഡ് ഇൻ്റർവെൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണ്ട ഒരു മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു റെയിൻ ഗേജ് ഉണ്ടാക്കാൻ നമുക്ക് വളരെ സിമ്പിളാണ് അല്ലേ. ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, അതുപോലെ തന്നെ ഒരു ഫണൽ ഉപയോഗിക്കാം, പിന്നെ സ്കെയിൽ ഉപയോഗിക്കാം. ആ ഗ്ലാസ് ബോട്ടിനോട് ചേർന്നിട്ട് നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് സ്കെയിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം പെയ്യുന്ന മഴ നമുക്ക് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഫണലിലൂടെ നമുക്ക് ഗ്ലാസ് ബോട്ടിലേക്ക് വീഴുകയും അതുപോലെ തന്നെ സ്കെയിൽ വെച്ച് നമുക്ക് മെഷർ ചെയ്യുകയും ചെയ്യാം അല്ലേ.
നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഇതുപോലെ നിങ്ങളൊരു റെയിൻ ഗേജ് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ഡേറ്റ് നിങ്ങളുടെ ഓരോ ദിവസം പെയ്യുന്ന ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മഴ നിങ്ങൾക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ തന്നെ ഈ പറയുന്ന പരീക്ഷണം ഒരു വർക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്ന വിധമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ശരി, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. റിമെമ്പർ to note down the amount of rainfall received each day on the class bulletin board. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ബുള്ളറ്റിൻ ബോർഡിൽ നമ്മളോട് നമ്മുടെ റെയിൻഫോളിൻ്റെ അളവ് മെഷർമെൻറ്റ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ? അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, നമ്മളൊരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പം ഈ പെയ്യുന്ന മഴയല്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. കുറച്ചൊക്കെ വെള്ളം ഒഴുകി പോവും, ചെറിയൊരു അരുവിയായിട്ടും അല്ലെങ്കിൽ ഒരു വെള്ളച്ചാലൊക്കെ ആയിട്ട് പോകും. പക്ഷെ എന്നാലും കുറേയൊക്കെ വെള്ളം നമുക്ക് നിന്നിട്ട് തന്നെ മണ്ണിലേക്ക് പോകുന്ന കാണാം അല്ലേ. ഈ മണ്ണിലേക്ക് പോകുന്ന വെള്ളം എങ്ങനെയായിരിക്കും മണ്ണിലേക്ക് വലിഞ്ഞു പോവുക? ഈ ഭൂമിയിൽ പെയ്യുന്ന മൊത്തം വെള്ളം നമ്മുടെ റിവറിലേക്കായിരിക്കുമല്ലോ ഡയറക്റ്റ് പോവുക. അതിന് മുമ്പ് എന്ത് ചെയ്യും, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ചെറിയൊരു മെത്തേഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ ആഫ്റ്റർ റെയിൻഫോൾ? അപ്പോൾ ലെറ്റ് us do an activity. അപ്പോൾ പിക്ചർ 1 പിക്ചർ 2 നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ പിക്ചർ 1 എന്താണ്? ഒരു ഫിൽ ഡ്രൈ സോയിൽ ഇൻ ദ പ്ലാസ്റ്റിക് ബോട്ടിൽ, മേക്ക് ഹോൾസ് ഓൺ ദ ബോട്ടം ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങളോട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം എടുക്കാൻ നമ്മളുടെ സോയിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോയിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, അത് നിറച്ച് ഫില്ല് ചെയ്യുക. അതിൻ്റെ അതിൻ്റെ അടിയിൽ 2-3 ചെറിയ ചെറിയ ഹോൾസ് ഇടുക. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ ഒരു വെള്ളം ഫില്ല് ചെയ്യുക. എന്നിട്ട് റെയിൻ പെയ്യുന്നത് പോലെ തന്നെ അതിലും ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ റെയിൻ പെയ്യുന്നത് പോലെ നമുക്ക് പെയ്ത് ആ സോയിലിലേക്ക് എന്ത് ചെയ്യാം, ഒഴിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് എന്താ സംഭവിക്കുക? നിങ്ങളെല്ലാവരും ഈ എക്സ്പെരിമെൻ്റ് വീട്ടിൽ ചെന്നിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് അതിൻ്റെ എക്സ്പെരിമെൻ്റ് നോട്ട് നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എക്സ്പെരിമെൻ്റ് നോട്ട് എഴുതി വെക്കണം. എന്തൊക്കെയാണ്? വെയർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ? മെറ്റീരിയൽസ് നീഡഡ് എന്തൊക്കെയാണ്? 2 പ്ലാസ്റ്റിക് ബോട്ടിൽ, നീഡിൽ, ഡ്രൈ സോയിൽ, വാട്ടർ. എക്സ്പെരിമെൻറ്റ് മെത്തേഡ്: drop a hole in the bottom of the first plastic bottle with a needle and fill it dry soil. Make a small hole in the side of the second bottle and fill it with water and pour water to the first bottle as if it were raining. Observe what happened to the rainwater that fell on the soil. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്? നമ്മളുടെ വാട്ടർ ഫോളിങ് ടു ദ ബോട്ടിൽ ഫിൽഡ് വിത്ത് സോയിൽ സിങ്ക്ഡ് ഇൻ ടു ദ സോയിൽ. അപ്പം ഈ വീഴുന്ന വെള്ളം എന്ത് സംഭവിക്കും? അത് താഴേക്ക് അത് മണ്ണിലേക്ക് ഇറങ്ങി പോകുന്നത് കാണാൻ കഴിയും. അപ്പോൾ എന്താ നമുക്കതുകൊണ്ട് മനസ്സിലായത്? ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ നോട്ട് എഴുതുമ്പം നമ്മൾ ഇത്രയും മെത്തേഡ് നമ്മൾ അതിൻ്റെ ഹെഡിങ് എഴുതി, അത് കഴിഞ്ഞ് അതിൻ്റെ എക്സ്പെരിമെൻറ്റ് മെത്തേഡ്, ഒബ്സർവേഷൻ, കൺക്ലൂഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽസ് നീഡഡ് നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഒബ്സർവേഷൻ നോട്ടിൽ ആവശ്യമുള്ളത്. അപ്പോൾ കൺക്ലൂഷൻ നമ്മൾ എന്താ എഴുതിയത്? നമുക്ക് മനസ്സിലായ കാര്യം, ഡ്രൈ സോയിൽ ഹാസ് ദ എബിലിറ്റി ടു അബ്സോർവ് വാട്ടർ. അപ്പോൾ ഉണങ്ങിയ മണ്ണിന് ജലം ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പം നമുക്ക് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടർ സോഴ്സസ്? നമ്മൾ ഈ വാട്ടർ സോഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 3 കുട്ടികൾ അവരുടെ വാട്ടർ സോഴ്സിനെ കുറിച്ച് പറയുകയാണ്. ഫസ്റ്റ് കുട്ടി എന്താണ് പറഞ്ഞത്? ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. In my house there is a borewell. We cannot see the water level in it. The pond is our farmland, gives us water needed for farming and for household purposes. അപ്പോൾ 3 കുട്ടികളും പറഞ്ഞിരിക്കുന്ന അവരുടെ വാട്ടർ സോഴ്സസ് അവർ കുടിക്കാൻ ഉപയോഗിക്കുന്നത്, അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം അവർക്ക് കിട്ടുന്നത്. ആദ്യത്തെ കുട്ടിക്ക് എന്താണ്? കിണറുണ്ട്. രണ്ടാമത്തെ കുട്ടിക്കോ ബോർവെല്ലാണ്, കുഴൽ കിണറാണ്. മൂന്നാമത്തെ കുട്ടിക്കോ ഒരു പോണ്ടാണ്. അപ്പോൾ അവർക്ക് 3 പേർക്കും കിട്ടുന്ന വാട്ടർ സോഴ്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫ്രം യുവർ ഹൗസസ്? അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വെള്ളം എവിടുന്ന കിട്ടുന്നത്? ചില ആൾക്കാർക്ക് വെള്ളം ഉണ്ടാവും, ചില ആൾക്കാർക്ക് എന്തുണ്ടാവും? ബോർവെൽ ഉണ്ടാവും, ചില ആൾക്കാർക്ക് പോണ്ട് ഉണ്ടാവും. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് വേഗം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലോട്ട് എഴുതുക എവിടെയാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നതെന്ന്. ഓക്കെ, നമ്മൾ അടുത്തത് വായിക്കാൻ വേണ്ടി പഠിക്കാൻ പോകുന്നത് സുരംഗ ആൻഡ് കേണി. അതായത് 2 തരം വാട്ടർ സോഴ്സസ് ആണ് നമ്മുടെ നാടുകളിലൊക്കെ പൊതുവെ കാണാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. ദ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽസ് ദാറ്റ് ആർ ജസ്റ്റ് എനഫ് ഫോർ എ പേഴ്സൺ ടു വാക്ക് ത്രൂ ആൻഡ് ടു ബ്രിങ് ഗ്രൗണ്ട് വാട്ടർ ഔട്ട്സൈഡ് ഈസ് കോൾഡ് സുരംഗ.
This method has been used for ages to collect water in Kasaragod district and some parts of Karnataka. ഈ സുരംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒരു മലയുടെ സ്ഥലത്തോട്ട് നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യും, ഗ്രൗണ്ട് വാട്ടർ അതിനകത്ത് തുറന്നിട്ട് എന്ത് ചെയ്യും, കൊണ്ടുവരുന്ന രീതിയാണ്. അപ്പോൾ അത് മലയുടെ അവിടെ നല്ല ഉറപ്പുള്ള നല്ല വെട്ടുകൾ തരത്തിലുള്ള മണ്ണുള്ള സ്ഥലങ്ങളിലാണ് ഇത് ശരിയാവുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഈ മണ്ണിൻ്റെ നല്ല ഉറപ്പുള്ള മണ്ണാണ്, നല്ല വെട്ടുകൽ പോലെ ഉള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയുള്ള മണ്ണാണ്, ഒരിക്കലും അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയില്ല. അപ്പോൾ ആളുകൾ ഒരു മലയുടെ ഒരു സൈഡിൻ്റെ ചെരുവിൽ നിന്ന് അത് വെട്ടിയെടുത്ത് അതിങ്ങനെ നടുക്കൂടെ ഒരു ടണൽ പൊഴിക്കും. അപ്പം വേനൽക്കാലമാണെങ്കിലും നമുക്ക് എന്ത് കിട്ടും, വെള്ളം നമുക്ക് ധാരാളം ടണലിൽ നിന്ന് ധാരാളം വെള്ളം വരും. അതുപോലെ തന്നെയാണ് കേണി എന്ന് പറയുന്നത്. കേണി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ചില ആദിവാസി വിഭാഗങ്ങളാണ് ആളുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയൊരു മരം ഭൂമിക്കടിയിലേക്ക് എന്ത് ചെയ്യും, അടിച്ച് താഴോട്ട് ഇറക്കും. അപ്പോൾ അങ്ങനെ അതിനകത്ത് എന്ത് ചെയ്യും, വെള്ളം ഫില്ല് ചെയ്യും. The word keni means well. Keni is constructed by inserting hollowed wood of large trees into the earth. Keni is only deep enough for taking water with vessels directly. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ ഉപയോഗിച്ചാൽ അത് വെള്ളമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കേണി. അപ്പോൾ നമ്മുടെ നാടുകളിലെ വാട്ടർ സോഴ്സ് ഓഫ് വാട്ടറാണ് ഏതൊക്കെയാണ്, വേഗം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. വെൽ, ബോർവെൽ, പോണ്ട്, ലേക്ക്, പിന്നെ വേറെ എന്താണ്, ബാക്ക് വാട്ടർ, കനാൽ, സ്ട്രീം, റിവർ, സീ. ഇതൊക്കെ നമുക്ക് നമ്മളുടെ വാട്ടർ സോഴ്സ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് വാട്ടർ ഫോർ ലൈഫാണ്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ നേച്ചറിൽ നമ്മുടെ പ്ലാന്റ്സിനാണെങ്കിലും ആനിമൽസിനാണെങ്കിലും വാട്ടർ വളരെ എസെൻഷ്യലാണ്. അതായത് വാട്ടറിലാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുക, ഓരോ ആനിമൽസും അവർ വെള്ളവുമായി എങ്ങനെയൊക്കെ അവർ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അവിടെ ഒരു ചെറിയ സ്ട്രീം പോകുന്നുണ്ട്, രണ്ട് സൈഡിൽ നമുക്ക് ആനിമൽസിനെ കാണാം, അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ട്രീമിൻ്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരെങ്ങനെയൊക്കെയാണ് ഈ വെള്ളം കുടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ ടേബിൾ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടേബിളിൽ എന്താണ്, ക്രീച്ചറാണ്. സെക്കൻഡ് വൺ ദ യൂസ് ഓഫ് വാട്ടർ ആണ്. ഫിഷ് അവിടെ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ എലിഫന്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നോക്കിക്കേ, ക്രീച്ചർ, ദ യൂസ് ഓഫ് വാട്ടർ. എല്ലാവരും ഈ പറയുന്നത് നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ ഫിഷ് ഫസ്റ്റ് ക്രീച്ചർ ഏതാണ്, ഫിഷ്, എലിഫന്റ്, ക്രെയിൻ, ക്രോക്കഡൈൽ, ഡിയർ, ടൈഗർ, ഈഗിൾ, മങ്കി. ഓരോ ജീവികൾക്കും അവയുടെ ജലം കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് പറയുന്നത്. ദ യൂസ് ഓഫ് വാട്ടർ. ഫിഷിന് എന്താണ്, ഫോർ ലിവിങ് ആണ്. കാരണം ഫിഷിനെ സംബന്ധിച്ച് അതിൻ്റെതായ എന്താണ്, ലിവിങ് പ്ലേസ് ആണ് അല്ലേ. അപ്പം അതിന് ആ രീതിയിൽ അതിൻ്റെ ആവശ്യമാണ് അല്ലേ, യൂസ് ആണ്. എലിഫന്റിന് എന്തൊക്കെയാണ്, ഫോർ ഡ്രിങ്ക് ആൻഡ് ബാത്ത്. ക്രെയിനോ, ഫോർ ഗ്യാദർ ഫുഡ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മുടെ ക്രെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം അതിന് ആവശ്യം, യൂസ് ഓഫ് വാട്ടർ. ക്രോക്കഡൈലിന് ഫോർ ലിവിങ് ആണ്. ഡിയറിന് ഫോർ ഡ്രിങ്ക് ആൻഡ് ബാത്ത്. ടൈഗറിന് ഫോർ ഡ്രിങ്ക് ആൻഡ് ബാത്ത്. അതുപോലെ ഈഗിളിനും സെയിം തന്നെയാണ്, മങ്കിക്കും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് ഇത് നോട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ വേറെയുള്ള ആനിമൽസിനെ നിങ്ങൾ നോട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. അടുത്തത് ഇവിടെ പറയുന്നത് യൂസസ് ഓഫ് വാട്ടർ ആണ്. നോട്ട്ബുക്കിലേക്ക് ഞങ്ങൾ നോട്ട് ചെയ്യാം. യൂസസ് ഓഫ് വാട്ടർ എന്തൊക്കെയാണ്, ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ വാഷിംഗ് ഹാൻഡ്, for washing clothes, for giving bath to domestic animals, for cleaning the floor, for watering the plants, for agriculture, for washing fruits and vegetables, for cooking, for washing vessels, for washing vehicles, for construction works. ഓക്കെ, തുടർന്നുള്ള പല ആവശ്യങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ വി ആർ യൂസിങ് വാട്ടർ ഇൻ ദ മെനി ഒക്കേഷൻസ്. സോ വാട്ടർ ഈസ് അവർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. So look at the next page. What will happen to the human beings and other living things if they do not get enough water? ഡിസ്കസ് ആൻഡ് റൈറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭൂമിയിലെ മനുഷ്യന്മാർക്കും അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾക്കും വെള്ളം കിട്ടിയില്ലെങ്കിൽ, ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഈ ചിത്രത്തിൽ തന്നെ ചെറിയൊരു ഇത് കാണുന്നുണ്ട് അല്ലേ. എല്ലാം വരണ്ട് ഭൂമിയെല്ലാം ഇങ്ങനെ മരങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, ആളുകൾ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? മനുഷ്യനെ സംബന്ധിച്ച് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യന് ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരാൾക്ക് ആവശ്യമുണ്ട് കുടിക്കാൻ തന്നെ. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് കുളിക്കാനും അങ്ങനെയൊക്കെ ഒരു ദിവസം എന്തൊക്കെ പോയാലും ഒരാളെ സംബന്ധിച്ച് ഒരു 10 ലിറ്റർ വെള്ളമെങ്കിലും ഒരാൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അലക്കാനും
എല്ലാത്തിനുമായിട്ടും ഒരാൾക്ക്. അപ്പം ഭൂമിയിൽ എത്ര കോടി ജനങ്ങളുണ്ടാവും, അവർക്കെല്ലാം ഒരു ദിവസം എത്ര വെള്ളം ആവശ്യമുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലേ. അതുപോലെ തന്നെയാണ് ആനിമൽസിന് ഇതുപോലെ തന്നെ കുടിക്കാനും കുളിക്കാനും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ആനിമൽസിനും ആവശ്യമുണ്ട്. അതുപോലെ പ്ലാന്റ്സ് എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ പറയുന്ന വെള്ളം എടുത്തിട്ടാണ്. വെള്ളമില്ലെങ്കിൽ പ്ലാന്റ്സ് എന്താവും? ഉണങ്ങിപ്പോകും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരോടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളോട് ഇവിടെ ഒരു ചിത്രം കാണാം. നമുക്കൊരു വെള്ളം വേസ്റ്റ് ആയിട്ട് പോകുന്നത് കാണാം അല്ലേ. അപ്പോൾ വാട്ടർ പൈപ്പ് ബ്രസ്റ്റഡ് ഇൻ ദ സിറ്റി റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതിൽ വെള്ളം പാഴായി പോകുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം നമുക്ക് പാഴാക്കാൻ പാടില്ല. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് വെള്ളം പാഴാക്കുന്നത്? വാട്ടർ ഈസ് പ്രഷ്യസ്. ഓക്കെ, വെള്ളം ഏതൊക്കെ രീതിയിലാണ് വെള്ളം പാഴാക്കി പോകുന്നത്? ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്യുക. സിറ്റുവേഷൻസ് വെയർ പ്രഷ്യസ് വാട്ടർ ഈസ് വേസ്റ്റഡ്, ലീവിങ് ദ ടാപ്പ് ഓപ്പൺ വൈൽ ബ്രഷിംഗ് ടീത്ത്. ഓക്കെ, അതുപോലെ തന്നെ ടാങ്ക് ഓവർഫ്ലോയിങ്, ലീക്കിംഗ് ടാപ്പ്, വാട്ടർ ലീക്കിംഗ് ഫ്രം ബ്രോക്കൺ പൈപ്പ്. അടുത്ത് ലീവിംഗ് ദ ഷവർ ഇൻ ദ ബാത്റൂം അൺനെസസറി ഓപ്പൺ, വാട്ടർ ഈസ് വേസ്റ്റഡ് വൈൽ വാഷിംഗ് വെഹിക്കിൾ. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ വെള്ളം എന്ത് ചെയ്യും? വേസ്റ്റഡ് ആയിട്ട് പോകും. അതുപോലെ ഇഫ് ദർ ഇസ് നോ വാട്ടർ, എന്ത് സംഭവിക്കും? ഷോർട്ടേജ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ, ഫീൽഡ്സ്, റിവർ, വെൽ ആൻഡ് പോൺസ് ഡ്രൈ അപ്പ്. അത് കുളങ്ങൾ, വയലുകൾ, കിണറുകളെല്ലാം എന്തായാലും വരണ്ടു പോകും. വാട്ടർ സ്കാർസിറ്റി, എന്ത് പറ്റി? ജലക്ഷാമം ഉണ്ടാകും. പ്ലാന്റ്സ് വിത്തർ, വിത്തർ, സസ്യങ്ങൾ ഉണങ്ങിപ്പോവും. ബ്രഷിംഗ് ദ ലൈഫ് വെബ്സ്, ജീവജാലങ്ങൾ നശിക്കുന്നു. ബ്രഷിംഗ് ദ അഗ്രികൾച്ചർ, കൃഷി നശിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി സംഭവിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാം. റൈറ്റ് ഡൗൺ ദ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. അപ്പോൾ വെള്ളം പാഴായി പോകുന്ന 1-2 സന്ദർഭങ്ങളാണ് പറയുന്നത്. ബാത്തിങ്, ബ്രഷിംഗ്, വാട്ടറിംഗ് പ്ലാന്റ്സ്, വാഷിംഗ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേസ്റ്റ് ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ നേരത്തെ നമ്മൾ നോട്ടിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ ഒക്കേഷനാണ് വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡോണ്ട് ലീവിങ് ദ ടാപ്പ് ഓപ്പൺ വൈൽ ബ്രഷിംഗ് ടീത്ത്, അവോയ്ഡ് ടാങ്ക് ഓവർഫ്ലോയിങ്, അവോയ്ഡ് ലീക്കിംഗ് ടാപ്പ്, അവോയ്ഡ് വാട്ടർ ലീക്കിംഗ് ഫ്രം ദ ബ്രോക്കൺ പൈപ്പ്, ഡോണ്ട് ലീവിങ് ദ ഷവർ ഇൻ ദ ബാത്റൂംസ് അൺനെസസറി ഓപ്പൺ, ഡോണ്ട് വേസ്റ്റ് വാട്ടർ വൈൽ വാഷിംഗ് വെഹിക്കിൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം വേസ്റ്റ് ആവാതെ നമുക്ക് നോക്കാം അല്ലേ. അടുത്തത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ്. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ച് ദ വെൽ. അപ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കറിയാം വെള്ളമെല്ലാം ചെളിയൊക്കെ ആയിട്ട് ചെളി വെള്ളമായിട്ട് മാറും. ഈ വെള്ളം എങ്ങനെയാണ് കിണറിലെത്തുമ്പോഴത്തേക്ക് നല്ല പ്യുവർ വാട്ടറായിട്ട് മാറുന്നത് അല്ലേ? ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സ്റ്റെപ്പ് ഇൻ ടു ദ സോയിൽ, ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ, this becomes groundwater and reaches the well and other water sources. The water becomes clear when the filters down through the soil. അപ്പോൾ എന്താ പറഞ്ഞത്? അതായത് നമ്മളുടെ ഭൂമിയിൽ ഉണ്ടാവുന്ന മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മഴ മണ്ണിലൂടെ അരിച്ച് എന്ത് ഫിൽറ്റർ ചെയ്ത് മണ്ണിലോട്ട് ഇറങ്ങി എന്ത് സംഭവിക്കും? അത് വളരെ ക്ലിയർ ആയിട്ട് നല്ല വെള്ളമായിട്ട് മണ്ണിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ. അതായത് കിണറിലൊക്കെ നല്ല വെള്ളമായിട്ടാണ്, അങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, വാട്ടർ കൺസർവേഷൻ ജലസംരക്ഷണം. എങ്ങനെയൊക്കെയാണ് നമുക്ക് ജലസംരക്ഷണം നടത്താൻ ചെയ്യാൻ പറ്റുക? കൾട്ടിവേറ്റ് മാക്സിമം പ്ലാന്റ്സ്, പരമാവധി ചെടികൾ നട്ടു വളർത്തുക. റിട്ടേൺ സ്പ്രിങ്സ് ആൻഡ് കനാൽസ്, അതായത് നീരുറവുകളും കനാലുകളും നിലനിർത്തുക. അവോയ്ഡ് ലെവലിംഗ് അപ്പ് ദ പാഡി ഫീൽഡ്സ്, അപ്പോൾ പാഡി ഫീൽഡ്സ് നമ്മൾ നിരപ്പാക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ നെവർ യൂസ് ടാപ്പ് വാട്ടർ ഡയറക്റ്റ് ടു ദ വാഷ് വെസൽസ്, അപ്പോൾ പാത്രങ്ങൾ കഴുകാൻ ഒരിക്കലും ടാപ്പ് വാട്ടർ നേരിട്ട് ഉപയോഗിക്കാനും പാടില്ല. അപ്പം വെള്ളമൊക്കെ നമ്മൾ സാധാരണ കൈ കഴുകാനാണെങ്കിൽ വെള്ളം തുറന്ന് വെച്ചിട്ട് സംഭവിക്കും, അതിങ്ങനെ വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കും അല്ലേ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് ടേണിങ് മഡി വാട്ടർ ഇൻ ടു ദ ക്ലിയർ വാട്ടർ ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെളി വെള്ളം നല്ല വെള്ളത്തെ ആയിട്ട് മാറ്റുന്നതെന്നാണ്. ബട്ട് നിങ്ങളോടൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് 3 coconut shells ആൻഡ് മേക്ക് ഹോൾ ഈച്ച് ഇൻ ദം. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ. ഫിൽ ഗ്രാവൽ, സാൻഡ് ആൻഡ് ദ coconut shell charcoal in each of the shell. Arrange it over a glass as shown in the picture. Now pour muddy water into coconut shell at the top. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ ചരലുകൾ എടുക്കാം, കുറച്ച് ചരലെടുക്കുമ്പോൾ നല്ല കഴുകി നല്ല വൃത്തിയായ ചരലാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ സാൻഡ് എടുക്കാം, മണലെടുക്കാം, അതുപോലെ തന്നെ കോക്കനട്ടിൻ്റെ
ഷെല്ലുകൾ, അതായത് ചാർക്കോൾ, അതായത് ചിരട്ടക്കരി എടുക്കാം. ഈ 3 സംഭവങ്ങൾ ചിരട്ടക്കകത്ത് നിറയ്ക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ ഗ്രേവൽ എന്ത് ചെയ്യാണ്, ചരൽ വെക്കുക. രണ്ടാമത്തിനകത്ത് എന്ത് വെക്കുക, സാൻഡ് വെക്കുക. മൂന്നാമത്തിനകത്ത് എന്ത് വെക്കുക, അതായത് കോക്കനട്ട് ചാർക്കോൾ വെക്കുക. ഓക്കെ, അതായത് ചിരട്ടക്കരി വെക്കുക. അപ്പം നിങ്ങളത് ഓരോന്ന് ക്രമമായിട്ട് വെച്ചിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് ചെളിവെള്ളം ഒഴിക്കുക. ചെളിവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ താഴെ എന്ത് വരും, ഇതിനകത്തൂടെ ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് സംഭവിക്കും, നല്ല വെള്ളമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ഇതുപോലെ ഒരു എക്സ്പെരിമെൻറ്റ് സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അറിയാം, നമുക്ക് പല വാട്ടർ പ്യൂരിഫയറിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ ധാരാളം പ്യൂരിഫയേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും പല സ്ഥാപനങ്ങളിലും ആശുപത്രികളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ പ്യൂരിഫയറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്യൂരിഫയർ വർക്ക് ആവുന്നത് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ institutions and homes. Sea water is purified and used as drinking water in some countries with severe pure water shortage. The water received in homes from the public water supply system is collected from the water sources and purified. അപ്പോൾ ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് പല സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെയൊക്കെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും പ്യൂരിഫൈ ചെയ്യുന്നത്? പല രീതിയിൽ പ്യൂരിഫൈ ചെയ്യും. അതിനകത്ത് ഉപയോഗിക്കുന്നത് ചിലപ്പം എന്തെങ്കിലും മെഡിസിൻസ്, മരുന്നുകളൊക്കെ ഉപയോഗിക്കും. ബ്ലീച്ചിങ് പൗഡറുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പം ഈ പബ്ലിക് വാട്ടർ സിസ്റ്റമൊക്കെ, അതിനകത്തൊക്കെ ബ്ലീച്ചിങ് പൗഡറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അതിനകത്ത് വെള്ളം നമ്മൾ ഉപയോഗിക്കുക അല്ലേ. ചില പ്യൂരിഫയറിനകത്തൊക്കെ അതിൻ്റെതായ ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ അതിനകത്തുണ്ട്. പ്യൂരിഫയറുകൾ, അതിന് ഫിൽറ്ററുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ആ വഴി, ഫിൽറ്റർ വഴി കടന്നു പോകുമ്പം ഈ വെള്ളം നല്ല വെള്ളമായിട്ട് മാറി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മുച്ചട്ടി അരിപ്പയുടെ ഒരു എക്സ്പെരിമെൻറ്റ് നോട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സ്പെരിമെൻറ്റ് നോട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്: മുച്ചട്ടി അരിപ്പ. മെറ്റീരിയൽസ് നീഡഡ്: 2 glass, 3 coconut shell, gravel, sand, coconut shell, charcoal. അപ്പോൾ എക്സ്പെരിമെൻറ്റ് മെത്തേഡ് എങ്ങനെയാണ്? ടേക്ക് 3 coconut shell and make the hole each in them. Place cotton or cloth over the hole. Fill gravel, sand and coconut shell charcoal in each of the shell. Arrange gravel on the top, sand on the middle, charcoal on the bottom, and so on. Place in the top of one glass. Now pour muddy water into coconut shell at the top. Okay, അപ്പോൾ നിങ്ങളൊരു എക്സ്പെരിമെൻറ്റ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 3 കോക്കനട്ട് ഷെല്ലുകൾ എടുത്തിട്ട് നിങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒബ്സർവേഷൻ ആണ്. ദ ബോട്ടം ഗ്ലാസ് ഈസ് ഫിൽഡ് വിത്ത് ദ പ്യുവർ വാട്ടർ. അതായത് നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒബ്സർവേഷൻ ഈ പറയുന്ന കാര്യങ്ങളോട് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഗ്ലാസ്സിൽ നല്ല പ്യുവർ വാട്ടർ ആണ് വരുന്നത്. എങ്ങനെയാണ് പ്യുവർ വാട്ടർ വന്നത്? വാട്ടർ ഈസ് പ്യൂരിഫൈഡ് യൂസിങ് സാൻഡ്, ഗ്രേവൽ ആൻഡ് കോക്കനട്ട് ചാർക്കോൾ. അപ്പം നമുക്ക് വെള്ളം നമുക്ക് എങ്ങനെയൊക്കെ പ്യൂരിഫൈ ചെയ്തെടുക്കാം? അതായത് മണലും ചരല്, കോക്കനട്ട് ഷെല്ല്, അതിൻ്റെ ചിരട്ടക്കരി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ അല്ലേ. എന്താണ് മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 3 ഇത് കൊടുത്തിട്ടുണ്ട്. വി ലീവ് ഇൻ ദ ബോറോസ് ഇൻ ദ സോയിൽ. ഐ വാസ് ഇൻ ദ സോയിൽ ആൻഡ് ഐ കെയിം ഔട്ട് വെൻ ഐ റിസീവ്ഡ് വാട്ടർ. ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് മണ്ണുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നമുക്കൊരു ആനിമലിനെ, മണ്ണിനകത്ത് ജീവിക്കുന്ന ഒരു മാളങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന ആനിമൽസ് ഉണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങൾ മണ്ണിൽ നിന്നാണ് വരുന്നത്. പിന്നെ മണ്ണിനകത്ത് ധാരാളം ജീവികൾ മണ്ണിൽ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ക്രീച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം ദ സോയിൽ. ഒരു മണ്ണ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഇതതിൻ്റെ നോട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ക്രീച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ? പ്രൊവൈഡ് ഹാബിറ്റാറ്റ് ഫോർ വേരിയസ് organisms, helps in obtaining food for plants and various organisms. Soil and burrows provide protection and shelter to the organisms. Soil helps plants to grow and keep their roots strong. Soil plays a crucial role in climate regulation, helps in water purification and ensuring water availability. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സോയിലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ.
വെള്ളം നമുക്ക് മണ്ണ് എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ ഭൂമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലേ. മണ്ണില്ലെങ്കിൽ നമുക്ക് മനുഷ്യനെ സംബന്ധിച്ച് വളരെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം മണ്ണിലാണ് നമുക്ക് മണ്ണിൽ നിന്നുള്ള പ്ലാന്റ്സ്, മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ആനിമൽസിനെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ആനിമൽസ് വളരുന്നത് ഈ പറയുന്ന പോലെ തന്നെ മണ്ണിൽ വളർന്ന സസ്യങ്ങൾ കഴിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ആനിമൽസും വളരുന്നത്. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും ലിവിങ് ഓർഗാനിസം മണ്ണ് എന്നുള്ള ഒരു ഇതിലാണ് ജീവിക്കുന്നത് തന്നെ. മണ്ണില്ലെങ്കിൽ ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി എന്ത് സംഭവിക്കും? അതിന് നിലനിൽപ്പുണ്ടാവില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ ഡസ് സോയിൽ ബെനിഫിറ്റ് ഹ്യൂമൻസ്? മനുഷ്യർക്ക് ഏതൊക്കെ വിധത്തിലാണ് മണ്ണ് പ്രയോജനപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫോർ അഗ്രികൾച്ചർ, ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ, ഫോർ മേക്കിംഗ് പോട്ട്സ്, പാൻസ്, ടൈൽ എക്സെട്ര. അതായത് ഇതുപോലെ നമ്മൾ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ അല്ലേ. അതുപോലെ ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ്, സസ്യങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട്. ഫോർ മേക്കിംഗ് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, അതായത് ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കാൻ, പിന്നെ പാത്രങ്ങൾ നിർമ്മിക്കാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് മണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് തന്നെ സോയിലിൻ്റെ ഇതിൽ തന്നെയാണ്. നമുക്ക് സോയിൽ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്രീച്ചേഴ്സ് ദാറ്റ് ലീവ് വിത്തിൻ ദ സോയിൽ. അപ്പോൾ മണ്ണിന് ഉള്ളിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? എർത്ത് വേംസ്, ആൻസ്, ബീറ്റിൽസ്, സെന്റിപേഡ്, മില്ലിപേഡ്, ടെർമൈറ്റ്സ്, ഫംഗി, ഗ്രാബ്സ്, ആൻറ്റിലയോൺ, ബാക്ടീരിയ, സ്പൈഡർ. ഓക്കെ, അങ്ങനെ സ്നെയിൽസ്, പല ആനിമൽസ്, സ്മോൾ ക്രീച്ചേഴ്സ് നമ്മുടെ മണ്ണിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് വളരെ സൂക്ഷ്മമായി കാണുന്ന ജീവികളെയും അതിസൂക്ഷ്മമായി കാണുന്ന മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് മണ്ണിൽ ജീവിക്കുന്നതായിരിക്കും അല്ലേ. മണ്ണിലാണ് അവ വസിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റോറി ഓഫ് സോയിൽ. എന്താണ് സ്റ്റോറി ഓഫ് സോയിൽ? നമുക്ക് നോക്കാം. Friends, you know me, I am the soil. I am of different types. My nature is different in different place. There are lakhs of microorganisms and many other compounds in me. I become like this through the thousands of years of continuous biological and non-biological process. അതായത് പലതരത്തിലുള്ള ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന മണ്ണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായത്. ലക്ഷക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണുണ്ടാവുന്നത്. അപ്പോൾ അതിൽ നിരവധി ഘടകങ്ങളുണ്ട്. ആ പറയുന്ന ഘടകങ്ങളിലാണ് കുറച്ചുകൂടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ സമയം, ടൈം, വെതർ ചേഞ്ച്, ടെമ്പറേച്ചർ, ഐസ്, സ്ട്രോം, അതായത് കാലാവസ്ഥയിലെ മാറ്റം, ഫ്ലോസ് ഓഫ് റിവേഴ്സ്, നദികളുടെ ഒഴുക്ക്, റോക്ക് ബ്രേക്കിംഗ്, പാറകൾ പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ പാറ പൊടിയുന്നത്, അതായത് പാറ പൊടിഞ്ഞിട്ടാണ് റോക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മണ്ണുണ്ടാകുന്നത് തന്നെ. അതായത് സോയിൽ ഇറഷൻ, അതായത് മണ്ണൊലിപ്പ്, പിന്നെ വേവ്സ് ഇൻ ദ സീ, പിന്നെ ബയോളജിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടിയൊക്കെയാണ് എന്ത് വരുന്നത്, നമ്മുടെ സോയിലിൻ്റെ ഉണ്ടാവാനുള്ള റീസൺ പറയുന്നത്. അത് 1-2 വർഷങ്ങൾ കൊണ്ടല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ സോയില് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായത്. ഓക്കെ, ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോടൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 3 തരത്തിൽ മണ്ണ് കളക്ട് ചെയ്യുക. അതായത് സോയിൽ ഫ്രം യുവർ സ്കൂള്, കോട്ടയാട്, അതായത് സ്കൂളിൻ്റെ മുറ്റത്തു നിന്ന് മണ്ണെടുക്കുക. അണ്ടർനീത്ത് എ ട്രീ, ഒരു മരത്തിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുക്കുക. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലങ്ങളിൽ എടുക്കുക. ഈ മണ്ണ് നിങ്ങൾ എഴുതുക. പ്ലേസ് ഓഫ് ദ കളക്ഷൻ, ആ സ്ഥലം എഴുതുക. അതുപോലെ കളർ ഓഫ് ദ സോയിൽ. അപ്പോൾ ഈ പറയുന്ന 4 സ്ഥലങ്ങളിലെ സോയിലും അതിൻ്റെതായ, നമ്മൾ ഒരു സ്ഥലത്തെ ഒരു ചെറിയ സ്കൂൾ സറൗണ്ടിങ്ങിലെ മണ്ണാണെങ്കിൽ പോലും അത് 4 സ്ഥലത്ത് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിരിക്കും അല്ലേ. ഒരു മരത്തിനടിയിൽ നിന്നും മണ്ണെടുക്കുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെതായ നല്ല ഒരു ബ്ലാക്ക് കളറായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ മരത്തിൻ്റെ ചുവട്ടിലെ മണ്ണെടുത്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലെ സോയിലിൻ്റെ കളർ എന്തായിരിക്കും, അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറായിരിക്കും അല്ലേ. ആ സമയത്ത് ഒരു പ്ലേ ഗ്രൗണ്ടിൽ ഈ പറയുന്ന പോലെ തന്നെ വളരെ ക്ലേ മോഡൽ കളറായിരിക്കും. അത് കളിച്ച് അവിടെ നമ്മൾ സ്ഥിരം കളിക്കുന്നത് കൊണ്ട് മഴ പെയ്ത് അവിടുത്തെ മണ്ണെല്ലാം ഒലിച്ച് പോയി, അങ്ങനെ കുറേ ഡിഫറൻസസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, അടുത്തത് നമ്മൾ സോയിൽ ടൈപ്പ് ഓഫ് കേരളയാണ്. സോയിൽ ടൈപ്സ് ഓഫ് കേരള, അതായത് കേരളത്തിലെ മണ്ണിൻ്റെ ഘടനയിലുള്ള അല്ലെങ്കിൽ 8 തരത്തിലുള്ള സോയിലുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കോസ്റ്റൽ സോയിൽ, അലുവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, മൗണ്ടെയിൻ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ ഓർ ബ്ലാക്ക് കോട്ടൺ സോയിൽ, ഫോറസ്റ്റ് സോയിൽ. അപ്പം 8 തരത്തിലുള്ള സോയിലുകളുണ്ട്. അത് പ്രധാനമായും നമ്മൾ 3 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്?
ഹിൽ ഏരിയ, മിഡ്, നമുക്ക് ഹിൽ ഏരിയ ഉണ്ട് അല്ലേ, ഉയർന്ന പ്രദേശങ്ങൾ ഹിൽ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ മിഡ് ലാൻഡ് ഇടപ്രദേശങ്ങളുണ്ട്, പിന്നെ അതുപോലെ കോസ്റ്റൽ ഏരിയസ് ഉണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ അവിടെ തന്നെ ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സോയിലുകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റൽ സോയിലുണ്ട്, അലുവിയൽ സോയിലുണ്ട്, ബാക്ക് സോയിലുണ്ട്. ഇങ്ങനെ നമുക്കൊരു 8 ടൈപ്പ് ഓഫ് സോയിൽ കേരളത്തിൽ കാണാം. അതിന് പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ടാണ് അതിനെ നമ്മൾ പറയുന്നത് അല്ലേ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് 3 തരത്തിലാണ് നമ്മൾ അതിന് ചുരുക്കിയിട്ട് പേര് വിളിക്കുന്നത്. ലാറ്ററൈറ്റ് സോയിൽ, അലുവിയൽ സോയിൽ, അങ്ങനെ ഫോറസ്റ്റ് സോയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ 3 ടൈപ്പിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അടുത്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. നമുക്ക് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്താണെങ്കിലും സ്കൂളിൻ്റെ പരിസരത്താണെങ്കിലും എന്താണ് നമ്മൾ മണ്ണിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ലീവ് വിത്തിൻ ദ സോയിൽ. അപ്പം നിങ്ങളോടത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ ഈ വീടിൻ്റെ അടുത്തുള്ള പരിസരത്തെ സോയിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ കാണാം നിങ്ങൾക്ക് അല്ലെ, എന്തൊക്കെ ജീവികൾ അതിനകത്ത് ജീവിക്കുന്നുണ്ടാവും, പല തരത്തിലുള്ള ടൈനി ക്രീച്ചേഴ്സ് അതിനകത്ത് ജീവിക്കുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ എക്സ്പെരിമെൻ്റ് അതിൻ്റെ നോട്ട് ഇപ്പം തന്നെ എഴുതാം. അതുപോലെ തന്നെ എയർ ഇൻ ദ സോയിൽ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മണ്ണിനുള്ളിൽ വായു ഉണ്ടോ, അതായത് ഈസ് ദെയർ എയർ ഇൻ ദ സോയിൽ, മണ്ണിനുള്ളിൽ വായു ഉണ്ടോ, ഉണ്ടാകാൻ സാധ്യതയുണ്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് എയർ ഇൻ ദ സോയിൽ. നമുക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം അല്ലേ. എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്? ആ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് അല്ലേ. എയർ ഇൻ ദ സോയിൽ എങ്ങനെയാണ്? മെറ്റീരിയൽസ് ഏതൊക്കെയാണ് വേണ്ടത്? ഗ്ലാസ്, വാട്ടർ, ഡ്രൈഡ് ക്ലബ്സ് ഓഫ് സോയിൽ, അതുപോലെ ഇത്ര എടുക്കുക. അതുതന്നെ അതായത് എങ്ങനെയാണ്, ഒരു ഗ്ലാസ് എടുക്കുക, വെള്ളം എടുക്കുക, ഉണങ്ങിയ മണ്ണിൻ്റെ കട്ടകൾ എടുക്കുക. അതുപോലെ തന്നെ ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് പുട്ട് സം ഡ്രൈഡ് ക്ലബ്സ് ഓഫ് സോയിൽ ഇൻ ഇറ്റ്. അപ്പം ഈ മൺകട്ടകൾ എടുത്ത് വെള്ളത്തിനകത്ത് ഇടുക. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ എന്താണ് നമ്മൾ കാണുന്നത്? എയർ ബബിൾസ് ഫ്രം ദ ഡ്രൈഡ് ക്ലംസ് റൈസ് ഫ്രം ദ വാട്ടർ ഇൻ ദ ഗ്ലാസ്. അപ്പം മുകളിലോട്ട് ഈ മണ്ണിനകത്തുനിന്ന് ചെറിയ ചെറിയ ബബിൾസ് വരുന്നത് കാണാം ഇല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് എന്താണ് നമ്മൾ നോക്കുന്നത്? അതുപോലെ തന്നെ എയർ ഇൻ ദ സോയിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വാട്ടർ ഇൻ ദ സോയിൽ. എങ്ങനെയാണ് വാട്ടർ ഇൻ ദ സോയിൽ വരുന്നത്? അപ്പോൾ മണ്ണിനകത്ത് വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അപ്പോൾ നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനൊരു വിധമുണ്ട്. എങ്ങനെയാണ്? നമ്മൾ എന്തൊക്കെ വേണം? ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ എടുക്കുക, സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ വേണം. അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണ് ചെയ്യുന്ന വിധം, മെത്തേഡ് എങ്ങനെയാണ്? collect the soil from the biodiversity garden in the transparent bottle, close it and keep it in the sun for the 10 minutes. ഓക്കെ, 10 മിനിറ്റ് നമ്മൾ നേരം എന്ത് ചെയ്യുക? ഈ മണ്ണ് സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് എന്തൊക്കെ കാണാൻ ഒബ്സർവേഷൻ നമ്മൾ ചെയ്യുക. എന്താണ് ഒബ്സർവേഷൻ വരുന്നത്? വാട്ടർ പാർട്ടിക്കിൾസ് ക്ലിങ് ടു ദ സൈഡ് ഓഫ് ദ ബോട്ടിൽ. അപ്പം ബോട്ടിലിൻ്റെ സൈഡിനോട് ചേർന്ന് നമുക്ക് വെള്ളത്തിൻ്റെ തരികളെ കാണാൻ കഴിയും. അപ്പം അതിനർത്ഥം എന്താണ്? മണ്ണിനുള്ളിൽ വായു ഉണ്ടെന്ന് മനസ്സിലായി. അതെങ്ങനെയാണ്? നമ്മൾ സൂര്യപ്രകാശത്തിൽ വെച്ചപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശത്തിലെ ചൂട് അടിച്ചിട്ട് എന്ത് ചെയ്തു? അത് വേപ്പറൈസ് ആയിട്ട് പോകും. മണ്ണ് എപ്പോഴും നമ്മൾ നീരാവിയായിട്ട് പോകും. കാരണം വെള്ളം ഭൂമിയിലെ സൂര്യൻ്റെ പ്രകാശം അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ചെറിയ നീരാവിയായിട്ട് മണ്ണിനുള്ളിൽ നിന്ന് മാറും. അപ്പോൾ അത് ബോട്ടിനുള്ളിലായതുകൊണ്ടാണ് അത് പുറത്ത് പോകാതെ ബോട്ടിലിൽ തന്നെ അത് പിടിച്ചു നിന്നത് അല്ലേ. അതുപോലെ തന്നെ അടുത്തതാണ് ബയോമാസ് ഇൻ ദ സോയിൽ. അടുത്തത് ബയോമാസ് ആണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബോട്ടിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ബയോഡൈവേഴ്സിറ്റി ഗാർഡിൽ നിന്ന് ഒരു പടി സോയിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഗ്ലാസ്സിലേക്ക് ആ സോയിൽ ഒഴിച്ചിട്ട് അതിനകത്തൊരു വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അന്നേരം ഇളക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ടേക്ക് എ ഹാഫ് ഓഫ് സോയിൽ കളക്റ്റഡ് ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ ദ ഗ്ലാസ്, ആഡ് വാട്ടർ ആൻഡ് മിക്സ് ഇറ്റ് വെൽ. ഒബ്സർവേഷൻ എന്തൊക്കെയാണുള്ളത്? മെനി ഒബ്ജക്റ്റ് ഇൻക്ലൂഡിംഗ് ഡസ്റ്റ് ഫ്രം ദ ഡ്രൈ ലീവ്സ് ആർ സീയിങ് ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ above the soil embedded in the glass. Also soil contain biomass, അതായത് ജൈവ അംശമാണ്. അതായത് അതിനകത്ത് ചിലപ്പോൾ ആനിമൽസിൻ്റെ പാർട്സ് ഉണ്ടാവും, പ്ലാന്റ്സിൻ്റെ പാർട്സ് ഉണ്ട്, അങ്ങനെ പല ഉണങ്ങിയ പാർട്സ്, ചീഞ്ഞത്, അങ്ങനെ പല തരത്തിലുള്ള കണ്ടന്റുകൾ എവിടെ ഉണ്ടാവും? ഈ പറയുന്ന നമ്മളുടെ മണ്ണിനകത്തുണ്ടാവും. അപ്പം ഈ ബയോമാസ്, അതായത് നമുക്ക് ഈ പറയുന്ന ബയോമാസാണ് നമുക്ക് ഏറ്റവും ഈ സസ്യങ്ങൾ ഏറ്റവും വളരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. അത് ബയോമാസ് ഏറ്റവും കൂടുതലുള്ള ഇതിനകത്തായിരിക്കും ഏറ്റവും നന്നായിട്ട് സസ്യങ്ങൾ വളരുന്നത്. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈ ലീവ്സ്. എന്തൊക്കെയാണ് ബയോമാസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഡ്രൈ ലീവ്സ്, പാർട്ട് ഓഫ് സ്റ്റെം, അതായത് ഓരോ ചെടികളുടെ തണ്ടുകൾ, റിമെയിൻസ് ഓഫ് ദ ക്രീച്ചേഴ്സ് എക്സെട്ര, അതായത് ജീവികളുടെ അവശിഷ്ടങ്ങൾ. പ്ലാന്റ്സ് ഗ്രോ അബൻഡന്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. അതായത് കൂടുതൽ ബയോമാസ് ഉള്ള മണ്ണിലായിരിക്കും കൂടുതൽ രീതിയിൽ ചെടികൾ വളരുന്നത്.
സോയിൽ വിത്ത് ബയോമാസ് ഈസ് ദ ഫുഡ് ഓഫ് എർത്ത് വേംസ്. അപ്പം ഇങ്ങനെയുള്ള ബയോമാസ്, സോയിൽ വിത്ത് ബയോമാസ് കൂടുതലുള്ള മണ്ണാണ് എർത്ത് വേംസിൻ്റെ ആഹാരം. അപ്പോൾ എർത്ത് വേംസ് കഴിക്കുന്നത് ഇങ്ങനെയുള്ള മണ്ണാണ് എർത്ത് വേംസ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഉണങ്ങിയ ഇലകളും കമ്പ് കഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് ജൈവാംശം, അതായത് ബയോമാസ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, ജൈവാംശം ഉള്ള മണ്ണാണ് മണ്ണിനുടെ ആഹാരം. ഓക്കെ, നമുക്കിനി ഒരു ചിത്രത്തിലേക്ക് നോക്കാം. എന്താണ് ചിത്രത്തിൽ നമ്മൾ കാണുന്നത്? ഒരു അച്ഛനും മകനും, ഫാദർ ആൻഡ് സൺ ആണ്. അവരെന്തൊക്കെ മണ്ണ് കൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് അല്ലേ. മണ്ണ് കൊണ്ട് അവർ നിരവധി എന്താണ് രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. മണ്ണ് കൊണ്ട് ക്ലേ ഉപയോഗിച്ച് നമുക്ക് ധാരാളം വസ്തുക്കൾ ഉണ്ടാക്കാം. അത് സൂര്യപ്രകാശത്തിൽ ഉണങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമുക്ക് നമ്മുടെ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, there are lakhs of creatures within and outside the soil. Plants grow by absorbing water and minerals from the soil. Creatures, including human beings, depend on the soil for many purposes. We can survive only by protecting the soil from pollution and preserving it from the loss of fertility. അപ്പം അതായത് പറഞ്ഞിരിക്കുന്നത്, ലക്ഷക്കണക്കിന് ജീവികൾ മണ്ണിനുള്ളിലും മണ്ണിന് വെളിയിലും പുറത്തുമുണ്ട് അല്ലേ. അത് മണ്ണിൻ്റെ മുകളിലും മണ്ണിനകത്തുമായിട്ട് ലക്ഷക്കണക്കിന് ജീവികൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ സസ്യങ്ങളും ചെടികളും എല്ലാം കാണുന്നതെല്ലാം നമ്മുടെ മണ്ണിലാണ് ഉണ്ടായി വരുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഈ മണ്ണിന് പുറമേയുള്ള ഈ കാര്യങ്ങളെല്ലാം വളരുന്നതും നമ്മുടെ മണ്ണിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മളുടെ നിലനിൽപ്പ് ഡിപ്പെൻഡ് എങ്ങനെയായിരിക്കണം? മണ്ണുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ മണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെ നശിപ്പിക്കരുത്, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലേ. ഓക്കെ, മണ്ണിൻ്റെ ഘടകങ്ങൾ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. കൺസെപ്റ്റ് മാപ്പാണ്. കോമ്പണൻസ് ഓഫ് ദ സോയിൽ എഴുതുക, ക്രീച്ചേഴ്സ് ഇൻ ദ സോയിൽ, അതായത് ജീവികളുടെ പേരുകൾ എഴുതുക, യൂസസ് ഓഫ് വാട്ടർ, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, അത് എഴുതുക, വാട്ടർ സോഴ്സസ് എഴുതുക. ഈ പറയുന്ന 4 കൂടെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ വാട്ടർ ആൻഡ് സോയിൽ എഴുതി ഒരു ചെറിയൊരു കൺസെപ്റ്റ് മാപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.